ഭൂമി പാപത്താൽ നിറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ചിന്തകൾ കൂടുതൽ ദുഷ്ടമായി തീർന്നപ്പോൾ പിന്നെ ദൈവം കഠിനവും എന്നാൽ രക്ഷാകരവുമായ ഒരു തീരുമാനമെടുത്തു. ഉൽപ്പത്തി 6-ാം അധ്യായത്തിലെ സന്ദേശം നമുക്ക് നോക്കാം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വളരെ വലുതായി തീർന്നിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി 6 നമ്മോട് പറയുന്നു. അവൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ എപ്പോഴും ദുഷ്ടമായിരുന്നു. ഇത് ദൈവത്തെ ദുഃഖിപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അവൻ ഖേദിച്ചു. ഞാൻ ഭൂമിയിൽ നിന്ന് മനുഷ്യനെ തുടച്ചു നീക്കും എന്ന് ദൈവം പറഞ്ഞു. കാരണം പാപത്തിൻ്റെ അനന്തരഫലം ന്യായവിധിയാണ്. എന്നാൽ ദൈവം നീതിമാൻ മാത്രമല്ല, കരുണാമയനുമാണ്. ബൈബിൾ പറയുന്നു, എന്നാൽ നോഹയ്ക്ക് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ചു. നോഹ നീതിമാനായിരുന്നു. അവൻ ദൈവത്തോടൊപ്പം നടന്നു. ഇരുട്ടിൻ്റെ സമയത്തും വിശ്വസ്തനായി തുടർന്നു. ദൈവം നോഹയോട് ഒരു പെട്ടകം പണിയാൻ കൽപ്പിച്ചു. ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. വരാനിരിക്കുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുക എന്നതായിരുന്നു ഈ പെട്ടകത്തിൻ്റെ ഉദ്ദേശം. നോഹയുടെ പെട്ടകം ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രമായാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പെട്ടകത്തിൽ പ്രവേശിക്കുന്നത് രക്ഷ കൊണ്ടുവന്നതുപോലെ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കുന്നത് നിത്യജീവൻ നൽകുന്നു. ഇന്നും ദൈവം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ രക്ഷയിലേക്കുള്ള വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നു. ചോദ്യം, നിങ്ങൾ ആ പെട്ടകത്തിൽ പ്രവേശിക്കുമോ? ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് പങ്കിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.